ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ വേൾഡ് മാർക്കറ്റ്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ശേഷം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആൻഡ് ഇന്നത്തെ ഒരു ഫോക്കസിലുള്ള സ്റ്റോക്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഡോ ജോൺസ് ആൻഡ് S&P 500 നാസ്ഡാക്ക് ക്ലോസിംഗ് അത്യാവശ്യം നല്ല ക്ലോസിംഗ് ആയിരുന്നെങ്കിൽ പോലും മാർക്കറ്റ്സ് അതിൻ്റെ ഒരു പെർഫോമൻസ് ലോക മാർക്കറ്റിൽ മറ്റ് മാർക്കറ്റുകൾ റിഫ്ലക്ട് ചെയ്തിട്ടില്ല. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിലും പോസിറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ സ്ലൈറ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 65 to 70 പോയിന്റ്സ് ഡൗൺ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്കും ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് തന്നെ പ്രതീക്ഷിക്കാം. ജാപ്പനീസ് മാർക്കറ്റ്, സ്ട്രേറ്റ് ടൈംസ്, ഹാങ്സങ്, തായ്വാൻ വൈറ്റഡ് എല്ലാം ന്യൂട്രൽ ടു ബെയറിഷ് എന്നുള്ള രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രാഷ് നടപ്പുണ്ട്. അതൊരു കൺസേൺ ആണ്. തായ്വാൻ മാർക്കറ്റ് അല്ലെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ്സ് ഒക്കെ ക്രാഷ് ചെയ്യുന്നത് ഒരു അപായ സൂചനയാണെന്നാണ് എൻ്റെ വിശ്വാസം. സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഇന്നത്തെ ദിവസം ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമ്മളെപ്പോഴും എന്താ പറയുക, പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു മോശം ഒരു ക്ലൈമറ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി എപ്പോഴും മനസ്സിൽ കണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്സ് മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഇന്ന് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അറിയാം ഓൾ ടൈം ഹൈക്ക് സമീപത്ത് നിന്നും റിജക്ഷൻ വന്നു. ആ റിജക്ഷനിൽ നിന്നും ഇന്നലെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത് ഒരു ലിക്വിഡിറ്റി ഏരിയാസിലാണ് മാർക്കറ്റ് ഇന്ന് ടോട്ടലി മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലേ? ഇപ്പം നിങ്ങളിവിടെ നോക്കി മാർക്കറ്റിൽ എന്താ നടക്കുന്നത്? 26,120 റേറ്റ് അല്ലെങ്കിൽ 127 റേറ്റ് എന്നുള്ള ഏരിയയിൽ മാർക്കറ്റ് എത്തി. ശേഷം അവിടെ നിന്ന് റീബൗണ്ട് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഏരിയ വളരെ ക്രൂഷ്യൽ ഏരിയ ആയിട്ട് ഞാൻ പറയുകയാണ്. 26,150 to 120 റേഞ്ച്. ഈ റേഞ്ച് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 25,870 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിമാൻഡ് ഏരിയ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ കുറച്ചധികം നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഏരിയ ഹോൾഡ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ ഡൗൺ സൈഡിൻ്റെ ഒരു പോസിബിലിറ്റി ഞാൻ കാണുകയാണ്. ഇതാ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ടോട്ടൽ ഏരിയ ഉണ്ടല്ലോ, 25,994 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് മാർക്കറ്റിൽ നല്ല ക്രാഷ് നടന്ന സോൺ തന്നെയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ചെയ്ത ശേഷം മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത ഏരിയയാണ്. സോ ഈ ഒരു സോൺസ് മേ ബി ഈ ടോട്ടൽ 25,970 അല്ലെങ്കിൽ 25,900 ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുവാണെങ്കിൽ അതിനുള്ള പോസിബിലിറ്റി, ഈ ഒരു ഏരിയ വന്ന് റീബൗണ്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ നിങ്ങളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രേഡിങ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ കുറച്ച് ഡിമാൻഡ് ഏരിയാസിലൊക്കെ കുറച്ച് കെയർഫുള്ളായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിന്ന് റീബൗണ്ട് ആവണമെന്ന് നിർബന്ധമില്ല. സോ മേ ബി ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി മനസ്സിൽ കണ്ട് മാത്രം നിങ്ങൾ ട്രേഡ്സ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തിനി നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിക്കും സിമിലർ വ്യൂ ആണുള്ളത്. നിങ്ങളറിയാം, നമുക്ക് മോസ്റ്റ്ലി നമ്മളിവിടെ ലെവൽസ് എല്ലാം ഇന്നലെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലെവൽസിൽ തന്നെയാണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നത്. കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വലിയ മൂവ്മെൻറ്റ്, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടില്ല. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ബാങ്ക് നിഫ്റ്റി ലെവൽസ് മാർക്കറ്റ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് വാച്ച് ചെയ്യാം മാർക്കറ്റിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് ബാങ്ക് നിഫ്റ്റിയിൽ. ആൻഡ് അതനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ലൈക്ക് നമ്മളെടുത്ത് ചാടി ഒരു ലെവൽസ് ഒന്നും ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ വരയ്ക്കില്ല. കാര്യം ഇന്നത്തെ ദിവസം ഒന്ന് കഴിയട്ടെ, എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിട്ട്. ഈ ഒരു സോൺ എന്ന് പറയുന്നത് ടോട്ടലി പ്രത്യേകിച്ച് മൂവ്മെൻറ്റ്സ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കില്ല. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ നമുക്ക് വലിയ മൂവ്മെൻറ്റ്സ് പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം ഞാൻ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഒരു ഫോളോ മുമ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് റീടെസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടണം. അല്ലാത്ത പക്ഷം ഈ സോൺ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് താഴോട്ടൊരു മൂവ് കിട്ടണം. അപ്പോൾ ഈ രണ്ട് പ്രൈസ് ആക്ഷനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ ടോട്ടലി ഇന്ന് ചെക്ക് ചെയ്യേണ്ട സ്റ്റോക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ച് കാണും, IEXന്റെ ഡീകപ്ലിംഗ് അല്ലെങ്കിൽ ആ ഒരു ബാഡ് ന്യൂസിന് ശേഷം മാർക്കറ്റ് റീബൗണ്ട് ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയ ഒരു നല്ല ഡിമാൻഡ് ഏരിയ വരച്ച് വെച്ചിരുന്ന ഇതുപോലത്തെ ബാഡ് അറ്റ്മോസ്ഫിയറിലും നമുക്ക് ഇതുപോലത്തെ നല്ല ട്രേഡ്സ് കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അറിയാം, നമ്മൾ ഈ ഒരു ഏരിയ വാച്ച് ചെയ്തിരുന്നു. 130 റേഞ്ച് അല്ലെങ്കിൽ 135 റേഞ്ച് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരുന്നു IEX. അപ്പോൾ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള റിയാക്ഷൻ തന്നു. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി IEXന്റെ പ്രൈസ് ആക്ഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. 13-14% ഡൗൺ സൈഡ് വന്ന ഒരു സ്റ്റോക്ക് ആ ഒറ്റ ക്യാൻഡിലിൽ ആ ഒരു റിജക്ഷൻ, ആ ഒരു ഒറ്റ ക്യാൻഡിലിൽ എന്താ പറയുക ഉണ്ടായി വന്ന ആ നെഗറ്റീവ് ന്യൂസ് ഇമ്പാക്റ്റ് എന്താ പറയുക അതിജീവിച്ചു. സോ അത് ചുമ്മാ ഒരു സോണിൽ നിന്നല്ല അതിജീവിച്ചത്, നല്ലൊരു ഡിമാൻഡ് സോണാണ് ആക്ട് ചെയ്തത്. ആ ഡിമാൻഡ് സോണിൽ നിന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ റിയാക്ട് ചെയ്തു. വിത്ത്
എന്താ പറയുക, ഒരു ഇൻസൈഡേഴ്സ് പോലും എനിക്ക് തോന്നുന്നു വളരെ ഹാപ്പി ആയിട്ടായിരിക്കും മൂവ്മെൻ്റ് ആയിരിക്കും ഇവിടെ കണ്ടത് അല്ലേ. അപ്പം ഇത്ര നോക്കിയാൽ നിങ്ങൾ ഇത്രയും ദിവസത്തെ ഒരു പ്രൈസ് ആക്ഷൻ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഇന്നലത്തെ ഒറ്റ ദിവസത്തെ ക്യാൻഡിലിൽ ആ ഒരു ടോട്ടൽ ഏരിയ മാർക്കറ്റ് കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു IEX സ്റ്റോക്സിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്ത് മനസ്സിലാവുന്ന കാര്യം. ഓക്കെ, പിന്നെ ഏതൊക്കെ സ്റ്റോക്സ് നമ്മൾ പേഴ്സണലി വാച്ച് ചെയ്യണം ചോദിക്കുകയാണെങ്കിൽ ടൈറ്റൻ ഒന്ന് വാച്ച് ചെയ്യുന്ന നല്ലതായിരിക്കും. ഡൊമസ്റ്റിക് ബിസിനസ്, ഇന്റർനാഷണൽ ബിസിനസ്, കൺസ്യൂമർ ബിസിനസ്, വാച്ച് ബിസിനസ്, ഐ കെയർ ബിസിനസ്, എമർജിംഗ് ബിസിനസ് എല്ലാം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ജ്വല്ലറി ബിസിനസ് ആണ് 45% ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. 54 പുതിയ ഡൊമസ്റ്റിക് സ്റ്റോറുകൾ, 2 ഇന്റർനാഷണൽ സ്റ്റോറുകളും ടൈറ്റൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ടോട്ടൽ സ്റ്റോർ കൗണ്ട് എന്ന് പറയുന്നത് 3433 വർദ്ധിച്ചിട്ടുണ്ട്. ജുബിലന്റ് ഫുഡ് വർക്ക്സ് കൺസോളിഡേറ്റഡ് റവന്യൂ, ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടുന്ന കൺസോളിഡേറ്റഡ് റവന്യൂ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 75ഓളം പുതിയ സ്റ്റോറുകൾ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നോക്കിയേ, പല കമ്പനികളിലും റിസൾട്ട് ബേസ്ഡ് നല്ല സ്റ്റോക്സ് അതിൻ്റെ റിസൾട്ട് എല്ലാം വരുന്നത് കുറച്ച് പോസിറ്റീവായിട്ടാണ്. സോ ഞാൻ ഇതുകൊണ്ടാണ് മാർക്കറ്റിൽ കുറച്ചധികം നല്ല മൂഡ് ഇരിക്കുന്നത്. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ മാർക്കറ്റിന് ഈ ന്യൂസിനെ റിയാക്ട് ചെയ്യേണ്ടി വരും. ലൈക്ക് ഒരു ഫണ്ടമെന്റലി പല ബിസിനസ്സുകളും ഗ്രോത്ത് കാണിക്കുന്നുണ്ട്, ബട്ട് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥയാണ് അവർ. ഇത് ഈ ഫണ്ടമെന്റൽസ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് അതിനോട് റിയാക്ട് ചെയ്യേണ്ടി വരുമല്ലോ ഒരു ദിവസം. സോ ആ ഒരു റിയാക്ഷൻ പ്രതീക്ഷയാണ് ഞാൻ നിൽക്കുന്നത്. ഗോദ്രേജ് കൺസ്യൂമറിൻ്റെ പ്രൊഡക്ട്സിൻ്റെ റിപ്പോർട്ട് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കമ്പനി പറയുന്ന ഒരു കാര്യമുണ്ട്. ഡിമാൻഡ് കണ്ടീഷൻസ് ഇൻ ഇന്ത്യ സ്ട്രെങ്തൻ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രോഗ്രസ് ചെയ്യുകയാണ് Q3 അപ്ഡേറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് സ്റ്റാൻഡ് അലോൺ ബിസിനസ് ഡബിൾ ഡിജിറ്റ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്, ഗ്രോത്ത് ആണ് പ്രതീക്ഷിക്കുന്നത്. ഹോം കെയർ സെഗ്മെന്റ്സും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ കെയറിനും അത്യാവശ്യം നല്ലൊരു ഗ്രോത്തും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇന്തോനേഷ്യയിൽ നിന്ന് ഏകദേശം കണ്ടിന്യൂ ഒരു പ്രഷർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബാക്കി ആഫ്രിക്കയിലെ മിഡിൽ ഈസ്റ്റിലെയൊക്കെ അവരുടെ പെർഫോമൻസിൽ അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഒരു ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഇന്ത്യയിലെ ഒരു മാർക്കറ്റ് റിപ്പോർട്ടിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ് പറയുന്നത്. ലോധ ഡെവലപ്പേഴ്സ് ഇപ്പം അവർ പ്രീ സെയിൽസ് ഗ്രോത്ത് ഉണ്ട്, കളക്ഷൻ ഫോൾസ് 17% to 3560 കോടി എന്നുള്ള കാര്യം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് ന്യൂസസ്, പിന്നെ ONGCയുടെ ന്യൂസസ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കേണ്ട ന്യൂസസ് ഒന്നുമില്ല. പിന്നെ റിലയൻസിൻ്റെ ന്യൂസസ് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് റിലയൻസ് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാൻഡ്ലി അൺട്രൂ എന്ന വാക്കാണ് അവർ ഉദ്ദേശിച്ചത്. ബ്ലാൻഡൻലി അൺട്രൂ എന്നുള്ള വാക്ക് ആൻഡ് റിലയൻസിൻ്റെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ജമുനാനഗർ ഫെസിലിറ്റിയിലേക്ക് റിലയൻസ് റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് ഭയങ്കരമായിട്ടും ബ്ലൂമർഗ് പോലുള്ള ചാനലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്നുള്ള ഓയിൽ കാർഗോ ടാങ്കറിനെ ഒരു റിലയൻസുമായി ബന്ധപ്പെടുത്തിയൊക്കെ ന്യൂസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പല രീതിയിലും ഇങ്ങനത്തെ ന്യൂസ് വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാം റിലയൻസിൻ്റെ ചാർട്ട് നമ്മൾ നോക്കാറിയാം ഒരു ഡൗൺ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് കമ്പനി നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോക്കസിലുള്ള സ്റ്റോക്കിൽ വേറെ ആരും എന്ന് വെച്ചാൽ അത് ടെക്നിക്കലി എൻ്റെ കണ്ണിൽ പെട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരു സ്റ്റോക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ITC ഹോട്ടൽസ് ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം ITC ഹോട്ടൽസ് കുറച്ച് കാലമായിട്ട് ഡൗൺ സൈഡ് വരികയാണ്. ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൽ മാർക്കറ്റ് നിൽക്കുകയാണ്. ഓക്കെ, ITC ഹോട്ടൽസ് ഒരുപാട് തവണ ആ ട്രെൻഡ് ലൈനിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രം 200 റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ITCയിൽ നമുക്കൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഈ ഒരു സാധനം ഞാൻ എടുത്ത് മാറ്റട്ടെ. ഓക്കെ, ITCയിൽ നിങ്ങൾ നോക്കിയേ 200 റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് ഈ ഒരു കാര്യം ഈ കൺസോൾട്ടേഷൻ കണ്ടില്ലേ, കഴിഞ്ഞ 5-10 ദിവസമായിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ 200 മേലെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു 212 എത്ര % മൂവ്മെൻറ്റാണ് ആ ഒരു റേഞ്ചിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 200 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ്ലി ഒരു 6% മൂവ്മെൻറ്റ് ITCയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് ചെറിയ സ്റ്റോക്സൊക്കെ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. വേറെ ഏതാ കമ്പനി ഉള്ളതെന്ന് ചോദിച്ചാൽ HEG ഞാൻ കുറച്ച് വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഡൗൺ സൈഡ് ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. അപ്പോൾ 668 വരെ പോയ ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. ആൻഡ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് HEG അപ്പ് സൈഡ് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. 637 മിക്കവാറും 637 എബോവ് മാർക്കറ്റ് ഇന്ന് പോവുകയാണെങ്കിൽ വീണ്ടും അടുത്ത ഒരു മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഉണ്ടാക്കാനുള്ള അറ്റംപ്റ്റ് മാർക്കറ്റ് നടത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല സ്റ്റോക്സ് നമ്മുടെ വാച്ച് ലിസ്റ്റിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു പ്രീ മാർക്കറ്റ് സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് നോക്കിയാകുമ്പോഴത്തേക്കും കൂടുതൽ സ്റ്റോക്സ് നമുക്ക് കിട്ടുമെന്നും പല പ്രതീക്ഷയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഓക്കെ, സോ താങ്ക് യു.